പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് റെസിപ്പിയാണ് തയ്യാറാക്കി എടുത്തേക്കുന്നത്. ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു റെസിപ്പി. ഇവിടെ ഫ്രൂട്ട്സ് നമ്മൾ സോക്ക് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ മുട്ട ചേർക്കാതെയുമാണ് ഇത് തയ്യാറാക്കി എടുത്തേക്കുന്നത്. നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് തയ്യാറാക്കാൻ. കേക്ക് തയ്യാറാക്കി എടുക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് അടുപ്പിച്ച് വെക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് മിക്സിങ് വളരെ എളുപ്പമാണ്. നമുക്ക് ഓറഞ്ചിൻ്റെ കുറച്ച് തൊലി ആവശ്യമുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതാണ് ഞാൻ എടുക്കുന്നത്. ഓറഞ്ച് പീലൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓറഞ്ച് തൊലി എടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ പ്ലം കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രൂട്ട്സ് ഒന്നും ആദ്യമേ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ല, അല്ലാതെയാണ് ഇത് തയ്യാറാക്കി എടുത്തേക്കുന്നത്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഞാൻ എല്ലാം കൂടെ 1 കപ്പ് നിറയെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് റൈസൻസ്, ഗോൾഡൻ റൈസൻസ്, അതുപോലെ തന്നെ ഡേറ്റ്സ്, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ പീല്, ഇതൊക്കെയാണ് എല്ലാം കൂടെ 1 കപ്പ് അളവിൽ എടുത്തേക്കുന്നത്. ജിഞ്ചർ പീലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലിയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എല്ലാം കൂടെ 1 കപ്പ് അളവിലാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ എടുത്തേക്കുന്നത്. ഇനിയും കുറച്ച് സ്പൈസസ് നമുക്ക് പൊടിച്ചെടുക്കണം. 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഈ മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിലോട്ട് ഞാനൊരു 3 കഷ്ണം ഗ്രാമ്പൂവും 1 കഷ്ണം പട്ടയും, ഒരു ചെറിയ കഷ്ണം പട്ടയും, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ജാതിക്കായും, ഇവ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മുടെ കയ്യിൽ പൊടി ഇതിൻ്റെയൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാം കൂടെ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ സ്പൈസസിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കേണ്ടതുണ്ട്. 1/2 കപ്പ് അളവിൽ ബ്രൗൺ ഷുഗറാണ് ഈ പാനിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. ബ്രൗൺ ഷുഗർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വൈറ്റ് ഷുഗർ ചേർത്ത് കൊടുത്താലും നമുക്ക് ക്യാരമൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു കളർ കിട്ടും കേക്കിന്. അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. നല്ലതുപോലെ ഇപ്പോൾ ഒന്ന് ക്യാരമലായിട്ട് വന്നിട്ടുണ്ട് ഈ പഞ്ചസാര. ഇനി ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് അളവിൽ നല്ല ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ ഒന്ന് മാറി നിന്നുകൊണ്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് തെറിച്ച് ദേഹത്തൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ക്യാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇതേ പാനിലോട്ട് ഞാൻ 1 കപ്പ് അളവിൽ ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തേക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് പിഴിഞ്ഞെടുത്ത ജ്യൂസാണ് 1 കപ്പ് അളവിൽ എടുത്തേക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഈ ഓറഞ്ച് ജ്യൂസിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ആ ഓറഞ്ച് ജ്യൂസ് വറ്റിച്ചെടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്, ആ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ പ്ലം കേക്ക്. എല്ലാവരും ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്ത് വെക്കാറ് പതിവില്ലായിരിക്കും. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു കേക്ക് കഴിക്കുന്നത് അതേ ടേസ്റ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ചേർത്ത് കൊടുത്ത ആ ജ്യൂസ് എല്ലാം ഡ്രൈ ഫ്രൂട്ട്സിൽ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് നിരത്തിയിട്ട് റൂം ടെമ്പറേച്ചറിലാകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമേ കേക്കിനകത്തോട്ട് ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാവൂ. ഇനി കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കുകയാണ്. 1 കപ്പ് മൈദ വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും. നിങ്ങൾ സ്പൈസസിൻ്റെ പൊടി ഡയറക്റ്റായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിക്കുന്ന കൂട്ടത്തിൽ അതും കൂടെ ചേർത്ത് അരിക്കേണ്ടതാണ്. ഞാനിത് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുന്നത് കൊണ്ട് ഈ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാത്തത്. ഇങ്ങനെയൊന്ന് 2 തവണയൊന്ന് ഇടഞ്ഞിട്ട് ഒരു സൈഡിലോട്ട് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും മാറ്റി വയ്ക്കാം. ഓറഞ്ച് ജ്യൂസിൽ വറ്റിച്ചെടുത്തിട്ട് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ കാഷ്യൂനട്ട് ചോപ്പയോടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കേക്കിൻ്റെ അടിയിലോട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം പോയി കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് മൈദയും കൂടി ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. ഇടഞ്ഞു വെച്ചിരിക്കുന്ന മൈദയ്ക്കകത്തുനിന്ന് ഒരു 2 ടീസ്പൂൺ അളവിൽ മൈദ എടുത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ കേക്കിനകത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം താഴ്ത്തട്ടി പോയി ഇങ്ങനെ നിൽക്കുകയുള്ളൂ. കേക്ക് തയ്യാറാക്കി എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അടുപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ മിക്സിങ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇവിടെ ഞാനിന്ന് തയ്യാറാക്കിയെടുക്കുന്ന പ്ലം കേക്ക് എഗ്ലെസ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് തൈരാണ് ആവശ്യം. 1/2 കപ്പ് അളവിൽ തൈര് ഞാൻ ഈ ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൈര് എടുക്കുമ്പോൾ എപ്പോഴും അധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന സ്പൈസസ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിച്ച പഞ്ചസാരയും തൈരും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലോട്ട് ഞാനിനി 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഓയിൽ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഓയിൽ പെട്ടെന്ന് ഈ തൈരിലോട്ട് മിക്സായി കിട്ടില്ല. അപ്പോൾ ഇച്ചിരി സമയം എടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവ തമ്മിൽ യോജിച്ച് കിട്ടുകയുള്ളൂ. ബീറ്ററോ മിക്സിയുടെ ജാറോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കാണ്. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പുകളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഷുഗർ സിറപ്പാണ്. നമ്മളിവയൊക്കെ ചേർത്ത് കൊടുക്കുമ്പം റൂം ടെമ്പറേച്ചറിലായ ശേഷം മാത്രമേ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവൂ. നല്ലതുപോലെ ഷുഗർ സിറപ്പും കൂടെ ചേർത്ത ശേഷം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇടഞ്ഞു വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒരു കട്ട് ഔട്ട് മെത്തേഡിൽ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. മൈദയും ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണല്ലോ. നിങ്ങൾക്കൊരു പ്ലം കേക്ക് കഴിക്കണമെന്ന് തോന്നിയാൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എഗ്ഗ് കഴിക്കാത്തവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു കേക്ക് റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നത് തന്നെയാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്. നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. മൈദ മുഴുവനും മിക്സ് ചെയ്ത ശേഷമാണ് ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ സെയിം അളവിൽ തന്നെയാണ് മൈദയും ഡ്രൈ ഫ്രൂട്ട്സും എടുത്തേക്കുന്നത്. അപ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുത്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് അളവിൽ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തി തന്നെ ചേർത്ത് കൊടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ വീണ്ടും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്ത് ഓയിൽ തടവിയിട്ടുള്ള കേക്ക് ട്രെയിലോട്ടാണ് ഞാനിതിനി ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട്. ഇതേ ടൈമിൽ തന്നെ ഞാൻ ഓവനും 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓവനൊന്നും ഇല്ലെങ്കിലും സ്റ്റൗ ടോപ്പിൽ വേണമെങ്കിലും ഈ കേക്ക് തയ്യാറാക്കി എടുക്കാം. ബേക്കിംഗ് ടൈം കുറച്ച് വ്യത്യാസം വരുമെന്നുള്ളതേ ഉള്ളൂ. കാരണം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഏറെ ചേർത്തത് കൊണ്ട് കുറച്ചധികം ബേക്കിംഗ് ടൈം എടുക്കും. ഇനി എയർ ബബിൾസ് പോകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് വരഞ്ഞു കൊടുത്താലും അതിൻ്റെ എയർ ബബിൾസ് എല്ലാം പോയി കിട്ടും. ഞാൻ ഈ ഒരു രീതിയിൽ ടാപ്പ് ചെയ്തെടുക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ടൂത്ത് പിക്ക് കൊണ്ട് വരഞ്ഞു കൊടുക്കുന്നുമുണ്ട്. ഇനി കേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ട് ഇതുപോലെ ഒന്ന് നെടുകെ പിളർന്നതും അതുപോലെ തന്നെ ബ്ലാക്ക് റൈസൻസും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയുമാണ് ഞാൻ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നത്. 180 ഡിഗ്രിയിൽ 55 മിനിറ്റ്സാണ് ഞാൻ ബേക്കിംഗ് ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ബേക്കിംഗ് ടൈം കൂടുതൽ എടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാവുന്നതാണ്. ഏകദേശം ഒരു 55 മിനിറ്റോളം എടുത്തു എനിക്ക് കേക്ക് ഇതുപോലെ ബേക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇനി നല്ല രീതിയിൽ തന്നെ ചൂടാറിയ ശേഷമേ കട്ട് ചെയ്തെടുക്കാവൂ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ചൂടാറിയ ശേഷം ഞാൻ ഈ കേക്ക് ട്രെയിൽ നിന്ന് ഇതുപോലെ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേക്ക്. ബീറ്ററോ മിക്സിയുടെ ജാറോ ഒന്നും ഇല്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമ്മൾ തയ്യാറാക്കി എടുത്തു. കണ്ടോ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. തൊടുമ്പോൾ തന്നെ കത്തി പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്ന കണ്ടോ. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ കേക്കിൻ്റെ പീസസ് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിലായി കിട്ടിയിട്ടുണ്ട്. ഒന്നും തന്നെ അടിത്തട്ടിലോട്ടൊന്നും പോയിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റിയ നല്ല ഒരു പ്ലം കേക്ക് റെസിപ്പി തന്നെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചത്. ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യാതെ ഇനി പ്ലം കേക്ക് എങ്ങനെ തയ്യാറാക്കുമെന്ന് വിഷമിച്ചിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത അതേ ടേസ്റ്റിൽ തന്നെ ഈ പ്ലം കേക്കും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ക്രിസ്മസിന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ കുഞ്ഞു ചാനലിനൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകല്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.